നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ലോകത്തെ തന്നെ ഏറ്റവും ഡിമാൻഡുള്ള PG കോഴ്സുകളിലൊന്നാണ് MBA എന്നുള്ളത്, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഞാനൊരു MBA കാരനാണ്. എൻ്റെ PhDയും മാനേജ്മെൻറ്റിലാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഈ MBA പഠനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വീഡിയോ. 100% ജോബ് അഷ്വറൻസോടെ MBA പഠിക്കുവാനായിട്ട്, അതും വെറുതെ ഒരു ജോലിയല്ല, മറിച്ച് മികച്ച ശമ്പളത്തിൽ ജോലി ഉറപ്പാക്കിക്കൊണ്ട് MBA പഠിക്കുവാനായിട്ടുള്ള ഒരവസരമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, മികച്ച സ്ഥാപനത്തിൽ മികച്ച രീതിയിൽ MBA പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ മികച്ച അവസരങ്ങളിലേക്ക് എത്തുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരം കൂടി ഞാൻ ഈ വീഡിയോയിൽ, അല്ലെ അത് പഠിക്കുവാനുള്ള ഒരു സ്ഥാപനത്തെ കൂടി ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യം, MBA പഠനവുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതെല്ലാം, എങ്ങനെയാണ് സ്പെഷ്യലൈസേഷൻ ഓപ്റ്റ് ചെയ്യേണ്ടത്, അല്ലെ MBA എൻട്രൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ MBA അഡ്മിഷൻ എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന പല വീഡിയോകളും നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഈ MBAയും PGDയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ യൂണിവേഴ്സിറ്റികളുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകൾ പലപ്പോഴും ഓഫർ ചെയ്യുന്ന MBA പ്രോഗ്രാംസ് ആയിരിക്കും. എന്നാൽ ഓട്ടോണമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പലപ്പോഴും ഓഫർ ചെയ്യുക PGDM ആയിരിക്കും. കാരണം ഈ യൂണിവേഴ്സിറ്റികൾക്ക് എപ്പോഴും അവരുടേതായ ചില ചട്ടക്കൂട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റികളുടെ ഒരു നിബന്ധന പ്രകാരം മാത്രമേ കോളേജുകൾക്ക് MBA പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ സിലബസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മോഡിഫൈ ചെയ്യുക എന്നുള്ളതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഈ ഓട്ടോണമസ് സ്ഥാപനങ്ങൾക്ക് അവരുടെ PGDM പ്രോഗ്രാം അത് അവർക്ക് വേണ്ട ചേഞ്ചസ് ഓരോ വർഷവും വരുത്തുന്നതിനും കൂടുതൽ ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ട് അതിനെ മാറ്റുന്നതിനും ഒക്കെ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓട്ടോണമസ് സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഈ PGDM ഓഫർ ചെയ്യുന്നതിൻ്റെ പലപ്പോഴും സിലബസ് വളരെ അപ്ഡേറ്റഡ് ആയിരിക്കും, കുറേയും കൂടെ ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിരിക്കും. ഈ IIM ഒക്കെ ഓഫർ ചെയ്യുന്നത് PGDM ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ MBAക്ക് ഈക്വലന്റ് ആയിട്ടുള്ള PGDM പ്രോഗ്രാം അത് പഠിക്കുന്നതിനുള്ള ഒരു നല്ല സ്ഥാപനത്തെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം. കിർലോസ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്നുള്ളതാണ് ആ ഒരു സ്ഥാപനം. കിർലോസ്കർ എന്നത് ഒരുപക്ഷെ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു പേരായിരിക്കും. കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിലെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് കിർലോസ്കർ എന്നുള്ളത്. അപ്പോൾ അവരുടെ ഒരു B സ്കൂളാണ് കിർലോസ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്നുള്ളത്. അതുകൊണ്ട് 32-33 വർഷം വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. അപ്പോൾ ഇവർക്ക് 2 ക്യാമ്പസ് ആണുള്ളത്. ഒന്ന് മഹാരാഷ്ട്രയിലെ പൂനെയിലാണുള്ളത്, മറ്റൊന്ന് കർണാടകയിലെ ഹരിയർനേറിലാണ്. രണ്ടും റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ്. ഒട്ടനവധി മലയാളി കുട്ടികൾ പഠിക്കുന്ന, ഏതാണ്ട് 20ഓളം സ്റ്റേറ്റിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്ന 2 ക്യാമ്പസുകളാണ് ഈ കിർലോസ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിനുള്ളത്. ഏതാണ്ട് 1800ഓളം സ്റ്റുഡൻസ് ഓൾറെഡി ജോലിയിലേക്ക് എത്തുവാനായിട്ട് ഈ സ്ഥാപനത്തൂടെ കഴിഞ്ഞിട്ടുമുണ്ട്. ഈ ഒരു കിർലോസ്കറിന്റെ ഈ ഒരു PGDM പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 100% ജോബ് അഷ്വേർഡ് ആണ് എന്നുള്ളതാണ്. എനിക്കിവിടെ കാണാൻ സാധിക്കും, ഇവരുടെ ആവറേജ് പ്ലേസ്മെന്റ്സ് ഏതാണ്ട് 8.5 lakh പെർ ആനം എന്നുള്ളതാണ്. അപ്പോൾ വളരെ മികച്ച ശമ്പളത്തിൽ ജോലി ഉറപ്പാക്കുന്നതിനുള്ള ഒരു കോഴ്സാണിത്. 18 lakh പെർ ആനം വരെ സ്റ്റുഡൻസിന് ഇവിടെ ശമ്പളം ലഭിക്കുന്നുണ്ട് എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് 200ഓളം റിക്രൂട്ടേഴ്സാണ് ഇവരുടെ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യുവാനായിട്ട് കിർലോസ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലേക്ക് എത്തുന്നത്. ഇവരുടെ 40% ഓഫ് പ്ലേസ്മെന്റ്സും Big 4 കമ്പനികളിലാണ് എന്നാണ് ഇവരെ സൂചിപ്പിക്കുന്നത്. Big 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം KPMG, EY, PwC ഇങ്ങനെയുള്ള കമ്പനികളൊക്കെയാണ് Big 5 ഇൻ ദ വേൾഡ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള കമ്പനികളിലെയൊക്കെ ജോലിയിലേക്ക് എത്തുവാനായിട്ട്, അതല്ലെങ്കിൽ അവർ ഇവിടെ തന്നെ ഇവരുടെ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യുന്ന കുറേ കമ്പനികളുടെ ലോഗോ നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മികച്ച കമ്പനികളിലെ മികച്ച ശമ്പളമുള്ള ജോലികളിൽ ജോബ് അഷ്വറൻസോടെ പഠിക്കുവാൻ പറ്റുന്ന ഒരു PGDM പ്രോഗ്രാമാണ് ഇവരെ ഓഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവരുടെ സ്പെഷ്യലൈസേഷൻ. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ലഭ്യമായിരിക്കുന്ന സ്പെഷ്യലൈസേഷൻ മാർക്കറ്റിംഗ്, HR, ഫൈനാൻസ്, ഓപ്പറേഷൻസ്, ഇതൊക്കെ കൂടാതെ ഈ പുതുതലമുറ മേഖലകളിലും നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ അവസരങ്ങളുണ്ട്. ബിസിനസ് അനലിറ്റിക്സ് ആണ് ഒന്ന്. മറ്റൊന്ന് ഇൻഡസ്ട്രി 4.0, അതായത് 4ാമത് വ്യവസായ വിപ്ലവവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ, അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ള മേഖലകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ IoT, മെഷീൻ ലേണിംഗ്, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്യുവാനായിട്ട് ഇവർ അവസരം ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു പ്രോഗ്രാമിൻ്റെ കുറേ പ്രത്യേകതകൾ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്.
അതേപോലെ AICTE അപ്രൂവ്ഡ് പ്രോഗ്രാംസ് ആണ്. ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള കരിക്കുലമാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. ഇൻഡസ്ട്രിയുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു PGDM പ്രോഗ്രാമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ആ കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം. ഇവരുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു PGDM അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊരു ഇൻഡസ്ട്രി, നമ്മുടെ രാജ്യത്തെ തന്നെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഗ്രൂപ്പാണ് ഇത് ഓഫർ ചെയ്യുന്നത് എന്നാൽ തന്നെ വളരെ ഇൻഡസ്ട്രി റെഡി ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ഇവർ ഓഫർ ചെയ്യുന്നത്. ഇവരുടെ സിലബസ് ഒക്കെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവരാണ് ഡെവലപ്പ് ചെയ്യുന്നത്. കുറെ കരിക്കുലം ഒക്കെ ഡെലിവർ ചെയ്യുന്നതും ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവരാണ്. അതുമാത്രമല്ല, ഇന്റേൺഷിപ്പുകൾ ഈ കോഴ്സിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ റിയൽ ആയിട്ടുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനുള്ള അവസരങ്ങളുണ്ട്. ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഒരു കുട്ടിക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു PGDM പഠിക്കുന്നതിനുള്ള ഒരു അവസരമാണിത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അല്പം കൂടി നമുക്ക് മനസ്സിലാക്കാം. ഞാൻ സൂചിപ്പിച്ചു, 2 ക്യാമ്പസുകളിലാണ് ഇത് ഓഫർ ചെയ്യുന്നത്. ഒന്ന് കർണാടകയിലുള്ള ഹരിഹർ എന്നുള്ള ക്യാമ്പസിലാണ്. മറ്റൊന്ന് മഹാരാഷ്ട്രയിലെ പൂനെ, മുംബൈക്കൊക്കെ അടുത്തുള്ള പൂനെ. ഈ 2 ക്യാമ്പസുകളിലാണ് ഇവർ ഇത് ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസാണ്. എന്ന് മാത്രവുമല്ല, മോഡേൺ ആയിട്ടുള്ള ക്ലാസ് റൂംസ്, കമ്പ്യൂട്ടർ ലാബ്സ്, ലൈബ്രറികൾ, എക്സലൻ്റ് ആയിട്ടുള്ള ക്യാൻറ്റീൻ ഫെസിലിറ്റികൾ ഒക്കെ ഇവരുടെ ഒരു ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ സ്പോർട്സ് ഫെസിലിറ്റി ഒക്കെ ഈ ഒരു ക്യാമ്പസിൻ്റെ പ്രത്യേകതയാണ്. അപ്പം ഈ ഒരു ക്യാമ്പസിൽ ഒരു ഹൈ റേറ്റഡ് ആയിട്ടുള്ള ഒരു PGDM പഠിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതും ജോബ് അഷ്വറൻസോടെ മികച്ച ശമ്പളത്തിലേക്കൊക്കെ എത്തുവാൻ പറ്റുന്ന ഒരു PGDM പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നൽകിയേക്കാം, ഒരു ലിങ്ക് നൽകിയേക്കാം. അതിൽ രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുവാനായിട്ട് കഴിയും. അപ്പോൾ ഒട്ടനവധി മലയാളി കുട്ടികളൊക്കെ പഠിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിൽ MBA അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള PGDM പഠിക്കുന്നതിനുള്ള ഒരു അവസരമാണ് ഞാൻ ചൂണ്ടിക്കാട്ടി തന്നത്. ഓർക്കുക, MBAക്കോ PGDMനോ ഒക്കെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ടെസ്റ്റ്, ഈ MBA എൻട്രൻസ് ടെസ്റ്റുകൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യം. ഉദാഹരണത്തിന് നമ്മളുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ KMAT പോലെയുള്ള പരീക്ഷകളുണ്ട്. അതല്ലെങ്കിൽ ക്യാറ്റോ, മാറ്റോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻട്രൻസ് ക്ലിയർ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഈ കിർലോസ്കർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഏതെങ്കിലുമൊക്കെ എൻട്രൻസ് എഴുതിയവർക്കായിരിക്കും അഡ്മിഷൻ ലഭ്യമാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുവാനായിട്ട് ഇവരുടെ ടീമുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഏതായാലും PGDM അല്ലെങ്കിൽ MBA ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു PGDM പ്രോഗ്രാം പഠിക്കുന്നതിനുള്ള ഒരു അവസരം ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതേപോലെയുള്ള സ്കൂളുകളിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കൃത്യമായ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഈ ജോബ് അഷ്വറൻസും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി തൃപ്തികരമാണെങ്കിൽ മുന്നോട്ടേക്ക് പോവുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങളെ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.